നമസ്കാരം. ഇലക്ട്രിക് വാഹന മേഖലയിൽ ഇപ്പോൾ നല്ല രീതിക്കുള്ള മത്സരം നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പുതിയ പ്ലെയേഴ്സ് വരുന്നുണ്ട്. നിലവിലുള്ള പ്ലെയേഴ്സ് നല്ല രീതിക്കുള്ള മികച്ച വാഹനങ്ങൾ കൊണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഷെയർ ഇലക്ട്രിക് വാഹന അതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഷെയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മേജർ ഭാഗവും ടാറ്റ മോട്ടോഴ്സാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി വിൻസർ ഇ വി വന്നിട്ടുണ്ട്. വിൻസർ ഇ വിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 331 കിലോമീറ്ററാണ്. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻസറിൻ്റെ ഒരു പ്രൈസ് ഉണ്ട്. ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എക്സൈറ്റ് എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് 13,50,000 രൂപയാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ബാറ്ററി ഉൾപ്പെടെയുള്ള വാഹനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള നെക്സോൺ ഇ വി എന്ന് പറയുന്ന വാഹനത്തിന് അതിന് 40.5 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് ആ ഒരു വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 45 കിലോ വാട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്കോട് കൂടി ഒരു വേരിയൻറ്റ് അത് 3 ട്രിമ്മിൽ അവൈലബിൾ ആണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 13,99,000 രൂപയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ടാറ്റയ്ക്ക് അവിടെയുണ്ട്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ 45 കിലോ വാട്ട് അവർ ബാറ്ററി ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 38.5 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററിയാണ്. അത് 331 കിലോമീറ്റർ റേഞ്ച് നൽകുമ്പോൾ ഇവിടെ 45 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി വെച്ചിട്ട് നെക്സോണെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശരിക്കും ഒരു 25 കിലോമീറ്റർ കൂടുന്നുണ്ട്. അതായത് പഴയ ബാറ്ററി വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കോട് കൂടി വരുന്ന പുതിയ നെക്സോണിൻ്റെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് 489 കിലോമീറ്ററാണ്. ഇതിലൂടെ ഏറ്റവും ബെനിഫിറ്റ് ലഭിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിനാണ്, അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സിനാണ്. തീർച്ചയായിട്ടും എന്താണ് ഇതൊരു പ്രത്യേകത? ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ നെക്സോൺ ഇ വി അപ്ഡേറ്റഡ് വേർഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെയാണ് ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നോർമലി നെക്സോൺ ഇ വിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40.5 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് വെച്ചിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത്. ഇപ്പോൾ 45 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്ക് വെച്ച് അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ന്യൂ വേരിയൻ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്. 40.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള വേരിയൻറ്റ് ഇപ്പോഴും ഉണ്ട്. അത് മാത്രമല്ല പുതിയതായിട്ട് 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ ഒരു വേരിയൻറ്റുമുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേരിയൻറ്റ് ശരിക്കും 489 കിലോമീറ്ററാണ് ഈ 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള വേരിയൻറ്റിൻ്റെ ക്ലെയിംഡ് റേഞ്ച് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഇതിനകത്തും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13,50,000 രൂപ കൊടുത്ത് വിൻസർ ഇ വി എടുക്കണമോ അതിനേക്കാളും ജസ്റ്റ് ഒരു 40,000 രൂപ അധികം അല്ലെങ്കിൽ 50,000 രൂപ അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ 489 കിലോമീറ്റർ റേഞ്ചുള്ള നെക്സോണിലേക്ക് പോകണമോ എന്നൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ന്യൂ വേരിയൻ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പ്രത്യേക 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള ആ ഒരു വേരിയൻറ്റ് 3 ട്രിമ്മിൽ അവൈലബിൾ ആണ്. അതായത് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പെക്ക് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംപവേർഡ് പ്ലസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന് 16,99,000 രൂപ. അപ്പോൾ 16,99,000 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഈ 16 തന്നെയായിരിക്കും ഇങ്ങനെ വീണ്ടും ഒരു ഇമേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 17 ലക്ഷം രൂപയാണ്. അത് മാത്രമല്ല ഈ ഒരു ലോങ്ങർ ബാറ്ററി വേർഷനുള്ളൊരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേക എഡിഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് റെഡ് ഡാർക്ക് എഡിഷനാണ്. അതിന് 17,20,000 രൂപയാണ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിയർലെസ് എന്ന് പറയുന്നൊരു മോഡലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു വേരിയൻറ്റിൽ നിന്നാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ബേസ് വേരിയൻറ്റിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു വേരിയൻ്റാണ്. പക്ഷേ 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ വേരിയൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും എൻട്രി ലെവൽ വേരിയൻ്റ് ആയിട്ടുള്ള ക്രിയേറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ ഏതൊക്കെ വേരിയൻറ്റ് വരുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വരുന്നുണ്ട്. അതിന് 13,99,000 രൂപയാണ്. പക്ഷേ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് 40.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിന് തൊട്ട് മുകളിലുള്ള ഫിയർലെസ് എന്ന് പറയുന്ന വേരിയൻറ്റ് 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കോട് കൂടി വരുന്നുണ്ട്. അതിന് 15 ലക്ഷം രൂപയാണ് ഷോറൂം പ്രൈസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു കോമഡി എന്ന് നമുക്ക് പറയാം. 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള സെയിം ഫിയർലെസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് 14,59,000 രൂപയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിയർലെസ് എന്ന് പറയുന്ന വേരിയൻറ്റ് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റിന് 15 ലക്ഷം രൂപയും 40.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ വേരിയൻറ്റിന് 14,60,000 രൂപയാണ്. അപ്പോൾ വെറും ഒരു 40,000 രൂപ ഡിഫറൻസിന് നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് 24 കിലോമീറ്റർ
എക്സ്ട്രാ ഒരു റേഞ്ച് എന്നാണ്. അപ്പോൾ 40,000 രൂപയ്ക്ക് 24 കിലോമീറ്റർ അധികം കിട്ടുക എന്നുള്ള രീതിക്ക് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. പിന്നെ ഫിയർലെസ് പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റ്, ആ രണ്ട് ട്രിമ്മിലും ഈ 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് നമുക്ക് ലഭ്യമല്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് അവിടെ ലഭ്യമാണ്. അതായത് ഫിയർലെസ് പ്ലസിൻ്റെ 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് വരുന്നത് 15,09,000 രൂപയാണ്. അതുമാത്രമല്ല ഫിയർലെസ് പ്ലസ് എസ് എന്ന് പറയുന്ന എഡിഷന് 15,29,000 രൂപയാണ്. അത് രണ്ടും 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലാണ് ലഭിക്കുന്നത്, 45 അവിടെ ലഭിക്കുന്നതല്ല. പിന്നെ എംപവേർഡ് പ്ലസും അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എംപവേർഡിനാണെന്നുണ്ടെങ്കിൽ 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് 16 ലക്ഷം രൂപയാണ്. ആ ഒരു സെയിം ട്രിമ്മ് 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൽ അവൈലബിൾ അല്ല. എംപവേർഡ് പ്ലസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 17 ലക്ഷം രൂപയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ എംപവേർഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് അത് 40 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 16,30,000 രൂപയാണ് അതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഡാർക്ക് എഡിഷൻ, അതായത് ബ്ലാക്ക് അല്ല റെഡ് ഡാർക്ക് എഡിഷൻ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് എംപവേർഡ് പ്ലസ്സിലാണ് വരുന്നത്. അതിന് 17,19,000 രൂപയാണ് അതിനൊരു എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലാർജർ ബാറ്ററി പാക്ക് ആയിട്ടുള്ള 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള വാഹനത്തിന് ARI ക്ലെയിം ചെയ്ത റേഞ്ച് എന്ന് പറയുന്നത് 489 കിലോമീറ്ററാണ്. അത് സാധാരണ 40.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 24 കിലോമീറ്റർ കൂടുതലുണ്ട്. പക്ഷേ റിയൽ വേൾഡ് റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ C75 സൈക്കിൾ റേഞ്ചൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിലൊരു 350-370 ഈ ഒരു 40.5 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് വെച്ചിട്ടുള്ള വേരിയൻറ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ 45 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള വാഹനത്തിന് 489 കിലോമീറ്റർ പറഞ്ഞാലും നമുക്ക് തീർച്ചയായിട്ടും ഒരു 400 കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും ഒരു 410-15 ആ റേഞ്ചിലൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പവറും ടോർക്കുമാണ്. ഇത് രണ്ടും സെയിം ആണ്. ഈ രണ്ട് ബാറ്ററി പാക്കിൽ മാത്രമാണ് ഒരു വ്യത്യാസം. പവർ ടോർക്ക് എന്ന് പറയുന്നത് 145 bhp 215 Nm ടോർക്ക്, അത് സെയിം ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതായത് MG വിൻസർ EVയുടെ ഒരു ഇനീഷ്യൽ ജനസമ്മതി കണ്ടിട്ടാണ് ടാറ്റ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് 100% മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏതൊരു വാഹനം എടുത്താലും ആ ഒരു വാഹനം വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അത് കഴിഞ്ഞ് അതിനെ പരിപാലിച്ച് ശരിക്കും അതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ശരിക്കും സെയിൽസിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അതൊക്കെ ആലോചിച്ചിട്ട്, എസ്പെഷ്യലി ഇലക്ട്രിക് കാറൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും അതിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിരക്ഷ ലഭിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുക. അതിപ്പോൾ ടാറ്റ ആണെന്നുണ്ടെങ്കിലും MG ആണെന്നുണ്ടെങ്കിലും അതല്ല കിയ ആണെന്നുണ്ടെങ്കിലും ഹ്യുണ്ടായി ആണെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുള്ള അവരുടെ ആണെന്നുണ്ടെങ്കിലും ഏത് വാഹന നിർമ്മാണ കമ്പനി ആണെന്നുണ്ടെങ്കിലും സെയിൽസിനേക്കാൾ ഉപരി അവരുടെ സർവീസാണ് നമ്മൾ നോക്കേണ്ടത്. ഇനിയുള്ള കാലം അങ്ങനെയാണ്. കാരണം വണ്ടി മേടിച്ചിട്ട് പ്രോപ്പർ സർവീസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസയും മുടക്കും, നമുക്കത് ഉപയോഗിക്കാനും കഴിയില്ല, മനസമാധാനവും പോവും, ടെൻഷനും വരും. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി. നമസ്കാരം.